ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാത്തിന്റെയും പിന്നിൽ അരുന്ധതി മാഡം തന്നെയാണെന്ന്. വിദേശത്ത് പോകുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഋഷി എങ്ങോട്ടേക്കോ മാറ്റി. ഏയ് അല്ല ബെല്ല, ഋഷിയെ മറ്റാരോ പൊക്കിയതന്നെ. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ലല്ലോടാ. നീ ടെൻഷനാവല്ലേ? എടാ, പാപ്പ നിന്നെ വിളിച്ച നീ ഒന്ന് പാപ്പനെ സമാധാനിപ്പിച്ച് വിട്ടേക്കണേ. പാപ്പനും മുപ്പനും ഒക്കെ വൈകാതെ അകത്താവാൻ പോവാ. നീ എന്താ ഇവിടെ നിർത്തിയേ? അവിടെയല്ലേ നിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റ്? എന്റെ ബെല്ല, നീയൊന്ന് ഉഷാറാവ്. ഇനി എന്താണെന്ന് വെച്ചാ എല്ലാം വരുന്ന പോലെ വരട്ടല്ലേ. ആ, നീ ഇങ്ങനെ പേടിക്കാതിരിക്കെ, ഒന്നും വരാനില്ല. അതിരിക്കട്ടെ, നീ കുഴപ്പത്തിലാണെന്ന് അറിഞ്ഞാ നിന്റെ ലവർ നിന്നെ ഇട്ടേച്ച് പോവോ? ഏത് ലവർ? ഡാഡാടാ, നീ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാത്തത് ഈ ഒരൊറ്റ കാര്യ. ആരോ ഒരാളുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആളിന്റെ പേരും നാളും ഒന്നും അറിയിച്ചിട്ടില്ല. പറയാം, വരട്ടെ. ആത്മാർത്ഥമായിട്ടാണോ പ്രേമം, അതോ വെറും ടൈം പാസ്? അല്ലടി, ഇതേ ആത്മാർത്ഥമായിട്ടാ. അവളും അങ്ങനെ തന്നെ. അവളെ തന്നെ വിവാഹം കഴിക്കാനും പോകുന്നു. കാത്തിരുന്നോ? കല്യാണം കഴിച്ചിട്ട് വേണം അടുത്ത നാടകം നടത്താൻ. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പ്. എടാ, എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല. ബാക്ക് സീറ്റിലെ കവറിൽ ബ്രെഡോ ബിസ്ക്കറ്റോ ഉണ്ട്, അതിങ്ങെടുക്കട്ടെ. വേണ്ട. എന്നാ വാ, റെസ്റ്റോറൻറ്റിൽ പോവാം. ഇറങ്ങുമല്ല. എനിക്ക് ഹെവി ഫുഡൊന്നും വേണ്ട. ശരി, ഒരു ഫിൽറ്റർ കോഫി കുടിക്കാം, കൂടെ ഒരു ബർഗറും. എന്താ? വാ.